ഒരുപാട് ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും ഭരണഘടനയെ കുറിച്ച് പഠിച്ച് അങ്ങനെ പ്രധാനപ്പെട്ട ലോകത്തിലുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അന്തസത്തകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യം പിറക്കുകയാണ്. അങ്ങനെയാണ് 1956 ജനുവരി 26 ഇന്നേ ദിവസം ഇന്ത്യ മഹാരാജ്യം ഒരൊറ്റ ഭരണഘടന അംഗീകരിക്കുന്ന റിപ്പബ്ലിക്കായി രൂപീകരിച്ചത്. അതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഭരണസ്ഥിരാകേന്ദ്രമായ ഡൽഹിയിൽ ഓഗസ്റ്റ് 15-നേക്കാൾ പ്രാധാന്യമുള്ള ഒരു ആഘോഷമുണ്ടെങ്കിൽ അത് ജനുവരി 26. കാരണം രാജ്യം സ്വതന്ത്രം നേടിയതിനേക്കാൾ കൂടുതൽ തമ്മിൽ കണ്ടാലറിയാത്ത, സംസാരിച്ചാൽ തിരിച്ചറിയാത്ത ഈ വിവിധങ്ങളായ ആളുകളെ ഇന്ത്യക്കാർ എന്ന ഒരൊറ്റ ചരടിൽ കോട്ട് ഇണക്കിയ ആ ദിവസമാണ് ഈ ദിവസം. അതുകൊണ്ടാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകതയും അതുകൊണ്ടാണ് ഈ ദിവസം വളരെ വിപുലമായി നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ എല്ലാ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ ഈ പ്രദേശത്ത് നമുക്കറിയാം ഈ മെക്സവൻ എന്ന് പറയുന്ന ഈ കൂട്ടായ്മ ഒരു ജാതി, മത, ദേശ, വർഗ, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ കേവലം നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഏകാഗ്രതയ്ക്കും ശരീര സുഖത്തിനും വേണ്ടി മാത്രം ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഏതാണ്ട് നേരത്തെ പറഞ്ഞ ആ വലിയ ദൗത്യം നിർവഹിച്ച നമ്മുടെ പൂർവികരായ ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആ ഭരണഘടനാ ശില്പികൾ നടത്തിയ അതേ ശ്രമം തന്നെയാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഐക്യമാണ്, ഇതൊരു യൂണിയനാണ്, അല്ലെങ്കിൽ ഇതൊരു ശക്തിയായ കൂട്ടായ്മയാണ്. മനസ്സിനും ശരീരത്തിനും ശക്തിയുള്ള കൂട്ടായ്മ. ഇത് നമ്മുടെ ഏപ്പക്കാട്ട് പ്രദേശത്തിലുള്ളവരുണ്ട്, ഇരിങ്ങാട്ടിലുള്ളവരുണ്ട്, പുത്തനടിയുള്ളവരുണ്ട്, അക്കരപ്പുറത്തുള്ളവരുണ്ട്, അമ്പാഴപ്പുറത്തിലുള്ളവരുണ്ട്. നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ആളുകളും ഒറ്റ ഉദ്ദേശത്തിൽ നമ്മുടെ രാവിലെ ഒന്ന് വാമപ്പാകുക, ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒന്ന് സുഖം നൽകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാറുണ്ട്. ഷുഗർ കുറഞ്ഞു, കൊളസ്ട്രോൾ കുറഞ്ഞു, അല്ലെങ്കിൽ ശരീരത്തിന്റെ വേദനകൾ മാറി, ശരീരം വളയ്ക്കാനും തിരിക്കാനും നിവർത്താനും അടക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ക്രമേണ മാറി വരുന്ന ആ അനുഭവം നമ്മൾ സാധാരണയായി കേൾക്കുന്നതാണ്. ആ ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി ഈ ഒറ്റ മെക്സവൻ എന്ന ഈ ഒറ്റ കുടക്കീഴിൽ അണിനിരക്കുന്നത്. ഈ കൂട്ടായ്മ നിലനിൽക്കണം. ഈ കൂട്ടായ്മ കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കണം. കൂടുതൽ ആളുകൾ ഇതിലേക്ക് പങ്കെടുക്കുവാനും അവർക്ക് നമുക്ക് അനുഭവപ്പെടുന്നത് പോലെയുള്ള മാറ്റങ്ങൾ ശരീരത്തിലും അവരുടെ മനസ്സിലും അവരുടെ കൂട്ടായ്മയിലും എല്ലാം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.